ഹായ് ഹലോ നിക്കിത റബിലാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇത് കുരുത്തോല കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് അമ്പലങ്ങളിലൊക്കെ കാണുന്നതാണ്. ഞാനുണ്ടാക്കിയതല്ല. ഒരു കിളീൻ്റെ രൂപം പോലെയാണ് ഇത് വരുന്നത്. അതിൻ്റെ മേലെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നതാ, വീണു പോയതാ. ഈ ഭാഗത്തായിരിക്കും വരാം, ഒന്ന് ഈ സൈഡ്. അപ്പം ഇത് ഞങ്ങളുടെ കാവിൽ നാഗപ്പാട്ടുണ്ടായിരുന്നു. അപ്പം നാഗക്കളം വരയ്ക്കുന്ന അവിടെ ഇങ്ങനെ ഡെക്കറേഷൻ, എന്താ പറയുക, ഇതുപോലെ തോരണങ്ങളൊക്കെ തൂക്കി അലങ്കാരങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ കുരുത്തോല തന്നെ ഇങ്ങനെ തൂക്കിയിടും. അതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇടും. അപ്പം ഈ ഒരു ഇവിടെയും ഡിസൈൻ ഉണ്ട്, നല്ല ഡിസൈനിലാണ് ചെയ്തിട്ട്, ഒരു കിളീൻ്റെ ഷേപ്പിൽ. ഇതാരാ ഉണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഈ നാഗക്കളം കഴിഞ്ഞിട്ട് അവർ ഈ എന്താ പറയുക, അലങ്കാരങ്ങളൊക്കെ അങ്ങനെ പറിച്ചെടുക്കുമല്ലോ. അങ്ങനെ ആ പറിച്ചെടുത്ത സമയത്ത് പറിച്ചെടുത്ത ആൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ്, ഇത് വെച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അമ്പലങ്ങളിലൊക്കെ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഇത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നാഗപ്പാട്ട് നടക്കുകയാണ് ഞങ്ങളുടെ കാവിൽ. ഷൂട്ട് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല, എന്തോ അത് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കന്യകമാരാണല്ലോ അത് കളത്തിലിരിക്കുക. അപ്പോൾ 4 ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവരെ ഇരുത്തുമ്പോൾ പ്രത്യേകം മൈക്കിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു, ഇത് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് ആരും ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു, എനിക്ക് കാണാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കന്യകമാർ അതിൽ ഇരുത്തുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് അവിടെ വന്നിരുന്നോന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഇരുന്നപ്പം കറക്റ്റ് മുന്നിൽ നിന്ന് കാണാൻ പറ്റി. അവർ പാട്ട് പാടുമ്പം ഈ 4 കുട്ടികളാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്, ചെറിയ കുട്ടികളാണ്. അപ്പം അവരായിരുന്ന് അവരിങ്ങനെ ഇതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മയക്കം പോലെ അങ്ങനെ തോന്നി. പിന്നീട് അവർ അങ്ങനെ എന്താ പറയുക, ആ കളം മായ്ക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അതെല്ലാം കൂടി മായ്ച്ച് അതൊക്കെ ഈ തോരണങ്ങളൊക്കെ അവർ പറിച്ചെടുത്ത്, പിന്നെ കോട്ടയുണ്ട്, കോട്ടയിലേക്കാണ് പോവുക. അവിടെ പോയി അവിടുന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല. പിന്നെ അവരവിടെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു കഴിയുമ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട്, 12:30 കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങൾ കാവുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ നടക്കുന്നതായിരുന്നു. അപ്പം ഞങ്ങളിവിടെ 3 വർഷം മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷമാണ്. അപ്പം അത് കഴിഞ്ഞ വർഷം ഒന്നും അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നല്ല അടുത്ത് നിന്ന് എല്ലാം ക്ലിയറായിട്ട് കാണാൻ സാധിച്ചു. എല്ലാവർക്കൊന്നും ഇങ്ങനെ കാവുകളിൽ എന്താ വെച്ചാൽ ഇപ്പം അന്യം നിന്ന് പോയൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങൾ ഞങ്ങളെ കാവിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം നാഗപൂജകളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം 2 വർഷം ഒക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യം. അപ്പം പഴയ തലമുറക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും പുതിയ തലമുറക്കാർക്ക് കൂടി കാണാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, നല്ല ഡെക്കറേറ്റഡ് ബേർഡിനെ കുരുത്തോല കൊണ്ടുള്ള പക്ഷി. ഇത് അതിൻ്റെ ഈ ഇറുക്കളാണ്, അതായത് വേർപെടുത്തിയിട്ടുള്ള ഇറുക്കളുണ്ടല്ലോ. അപ്പം ഇതിലാണത് കോർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇത് അതിൻ്റെ മേലെ അവർ ഹാങ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്കിത റബിൽ.